നമസ്കാരം. നമ്മൾ എസ് സൂരജ് എൻ്റർപ്രൈസസിൻ്റെ ഭാഗമായി നമ്മൾ എസ് സൂരജ് ബിസിനസ് ക്ലബിൻ്റെ ഒരു സംരംഭം നമ്മൾ ഒരു റോഡ് ടു ഓണ്ടർപ്രണർഷിപ്പ് എന്നൊരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ ഉള്ളത് ഗ്രീൻ പേൾ പെറ്റ് ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് ഗ്രൂമിംഗ് പാർലറിലാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ജവഹർ ജംഗ്ഷൻ, നമ്മുടെ കോളേജ് ജംഗ്ഷൻ്റെ അടുത്താണ്. അപ്പോൾ നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് ശ്രീലാൽ എസ് ആണ്, എൻ്റെ ചിറ്റപ്പൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയാണ് ഈ സ്ഥാപനം. അപ്പം വെൽക്കം ശ്രീലാൽ ചിറ്റപ്പ. നമുക്ക് നമ്മളെ ഒരു സീരീസ് ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറ ഇപ്പോൾ നിയമസഭ കൂടിയപ്പോഴും ഒരു ഇഷ്യൂസൊക്കെ ആയത്, ഒരു സംസാര വിഷയമായത് കുട്ടികൾ പഠിച്ചിട്ട് പുറത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ജോലി നോക്കാനാണെങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് നോക്കുന്നില്ല. അപ്പോൾ നമ്മളിപ്പം സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ പോലെയൊക്കെ ഉള്ള, അല്ലെങ്കിൽ ഒരുപാട് ഫിനാൻഷ്യൽ ടീച്ചേഴ്സൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ സംരംഭകത്വം കുറയുന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ ശ്രീലാൽ ചിറ്റപ്പനെ പോലെയുള്ളവർ നമ്മൾ ഇപ്പോൾ 2 സ്ഥാപനമാണുള്ളത്. ഒരു ഡിവൈൻ ഫിനാൻസ് എന്ന് പറഞ്ഞ സ്ഥാപനവും കൂടെ ചിറ്റപ്പൻ്റെ പേരിലുണ്ട്. അപ്പോൾ ഈ റോഡ് ടു ഓണ്ടർപ്രണർഷിപ്പ് എങ്ങനെയാണ്, എന്താണ് ചിറ്റപ്പനുണ്ടായത്, ആ ഒരു കിട്ടിയ ആ ഊർജം എന്താണ്, ആ ധൈര്യം എങ്ങനെ വന്നു, ആ ഒരു നോളജ് എങ്ങനെയാണ് കിട്ടിയത് ഇപ്പോൾ ഈ ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട്? എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ പെറ്റ്സിനകത്തൊരു ക്രൈസ് തോന്നിയതാണ്. അന്നുതൊട്ടേ ഞാൻ ഓരോ പെറ്റ്സിനെയൊക്കെ വളർത്തി ഇതിനകത്തുള്ള ക്രൈസ് അങ്ങ് ഭയങ്കരമായിട്ട് കൂടി. പിന്നെ നമ്മൾ പഠിത്തമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ബിസിനസ്സിലോട്ടൊക്കെ മാറി ഫിനാൻസും പരിപാടികളും ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരുന്നത്. അന്നേരം അതിനോട് പഠിച്ചത് ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അന്നേരം അങ്ങനെ ബിസിനസ് ഒക്കെ ആയിട്ട് അങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇതിനകത്തൊരു ക്രൈസ് ഇങ്ങനെ നമുക്ക് ഉള്ളിലിങ്ങനെ ഒരു ക്രൈസ്, പെറ്റ്സുമായിട്ടുള്ള വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ക്രൈസും ഉണ്ട്. അങ്ങനെ അതിനകത്തുള്ള താല്പര്യം കൂടി നമ്മൾ പല ജീവജാലങ്ങളെയും, ഫിഷ്, ഡോഗ്, അങ്ങനെ പലതിനൊക്കെ ചെറിയ കാലഘട്ടത്തെ വളർത്തി തുടങ്ങി. അങ്ങനെ ക്രൈസായതാണ് ഇപ്പം ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങാൻ തന്നെ കാരണം. അങ്ങനെ അതിൻ്റെ തുടങ്ങിയിട്ടൊരു 6 വർഷമായിട്ടേ ഉള്ളൂ. പക്ഷേ ഈ ക്രൈസ് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10-30 കൊല്ലത്തിൽ കൂടുതലായി. അന്നേരം ഇതെല്ലാം വീട്ടിലായിരുന്നു വളർത്തിക്കൊണ്ടിരുന്നത്. അന്നേരം പിന്നെ വിചാരിച്ചു ഇങ്ങോട്ടേക്ക് മാറ്റാം, വീട്ടിലുള്ളവർക്കൊരു ബുദ്ധിമുട്ടാക്കണ്ട, നാട്ടുകാർക്കൊരു ബുദ്ധിമുട്ടാക്കണ്ട, നമുക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ ബിൽഡിങ് കെട്ടിയപ്പം വിചാരിച്ചു ഇങ്ങോട്ടേക്ക് അങ്ങ് ആക്കാം. അങ്ങനത്തെ ഒരു ബിസിനസ്സായിട്ട് അങ്ങ് തുടങ്ങിയതാണ്. അന്നേരം നമുക്ക് 1-2 പേർക്ക് ജോലി കൊടുക്കാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള ഒരു നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അന്നേരം അങ്ങനത്തെ ഒരു സംരംഭം തുടങ്ങിയതാണ്. സംരംഭകത്വം നമുക്ക് ഒരാളുടെ അണ്ടറിൽ ഇങ്ങനെ ജോലി ചെയ്യുകയല്ല, സ്വന്തമായിട്ട് വേണമെന്നുള്ള ആ ഒരു അതിലേക്ക് എങ്ങനെയാണ് നമുക്കിപ്പം ഇത് സംരംഭകത്വം അതിനെപ്പറ്റി എന്താണ്? ഇതാകുമ്പോൾ നമുക്ക് നമ്മുടെ മേളിൽ ആരും ഭരിക്കാൻ വരത്തില്ലല്ലോ. നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ആരും ഭരിക്കാൻ വരത്തില്ല. നമുക്ക് അങ്ങനെയുള്ള ഒരു ഒരാൾ നമ്മളെ കീഴിലാവുന്ന നമ്മളുടെ ഫ്രീഡത്തിന് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. നമ്മുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോകണമെങ്കിൽ ഒക്കെ പോവുകയും ചെയ്യാം, നമ്മുടെ ബിസിനസ് നടക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ഇതായിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അന്നേരം വിചാരിച്ച് സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. അന്നേരം അങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലോട്ട്, ബിസിനസ് ഫീൽഡിലോട്ട് വന്നത്. തീർച്ചയായിട്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള, ഞാൻ ചിറ്റപ്പൻ്റെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെപ്പറ്റി, നമ്മുടെ കടയെപ്പറ്റി വളരെ രസകരമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള ബിസിനസ്സുകൾ കൊല്ലത്ത് കൊണ്ടുവരാനും അതിന് നമുക്ക് ഒരുപാട് ചിറ്റപ്പന് നമ്മുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ്? 6 വർഷമായിട്ട് കൊല്ലത്ത് എങ്ങനെയാണ് നമ്മളിപ്പം ചിറ്റപ്പൻ്റെ നമ്മളെ കടയെ പറ്റി പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഇവിടെ എക്സോട്ടിക് ആയിട്ടുള്ള പെറ്റ്സും കാര്യങ്ങളും വളരെ ഒരു ഗ്ലോബൽ സ്ഥാപനം തന്നെയാണ്. അപ്പം എങ്ങനെയുണ്ട് കൊല്ലത്തെ ഒരു റെസ്പോൺസും കാര്യങ്ങളും ഒക്കെ? വളരെ കൊല്ലത്ത് നല്ല റെസ്പോൺസാണ്. പെറ്റ്സ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കൊല്ലത്തുള്ളത്. പെറ്റ്സിനെയൊക്കെ എല്ലാവരും വീട്ടിൽ വളർത്തുന്നുണ്ട്. അതിനുവേണ്ടി നല്ലപോലെ പൈസ ചിലവാക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടും ഒരു നല്ല ബിസിനസ്സാണ്. പിന്നെ പണ്ടത്തെ ഒരു കൺസെപ്റ്റിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്.
മാറി. പണ്ട് ഒരു പെറ്റ് സെൻ്ററോ അല്ലെങ്കിൽ ഒരു അക്വേറിയം പെറ്റ് സെൻ്റർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കുറേ കൂടുകളൊക്കെ വാരി ഫ്രണ്ടിലൊക്കെ വെച്ച് കിളികളെയൊക്കെ പിടിച്ചിട്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പിലായിരുന്നു. ആ ഒരു കാലഘട്ടം അങ്ങ് മാറി. ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡിങ്ങിലോട്ട് മാറി ബിസിനസ്സിന്. അപ്പോഴത്തെ ബിസിനസ്സിൻ്റെ ലെവലും മാറിയിട്ടുണ്ട് നല്ലപോലെ. അങ്ങനെ ഒരു പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ എക്സോട്ടിക് പെറ്റ്സുകൾ ഒരുപാട് ഇപ്പം വന്നു തുടങ്ങുന്നുണ്ട്. വെളിയിൽ നിന്നൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ആളുകൾക്ക് കണ്ടിട്ടില്ലാത്ത പല സാധനങ്ങളും കാണാനും ഇതിനെ വാങ്ങിക്കാനും ഇതിനെ വളർത്തുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാനും ആളുകൾക്ക് പറ്റുന്നുണ്ട്. അതുകൊണ്ട് ആൾക്കാർ ഈ നമ്മള് എക്സോട്ടിക് ആയിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം സ്നേക്ക് ഏതായിരുന്നു? പൈത്തൺസ് ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള പൈത്തനാണ്. നമുക്ക് പുറത്തൊക്കെ ഇട്ടുകൊണ്ട് നടക്കാം. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനെയൊക്കെ പറ്റി കൊല്ലത്തുള്ളവരെ അവെയറാണോ? കൊല്ലത്തുള്ളവർക്കൊക്കെ അറിയാം. ഈ പെറ്റ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നവർക്കെല്ലാം ഇതറിയാം. അന്നേരം അവർക്ക് ഇതിനകത്ത് ക്രൈസുള്ള ഒരുപാട് പേരുണ്ട്. പൈത്തൺസ് വന്ന അന്നേരം തന്നെ സെയിലായി. ഇതിനകത്ത് ക്രൈസ് ഉള്ളതുകൊണ്ടാണ് ആൾക്കാർ വന്ന് എടുക്കുന്നത്. ഇതൊരു പൈത്തൺസ് ആകുമ്പോൾ ഒന്നും ചെയ്യത്തൊന്നുമില്ല. നമുക്കപ്പം ഇത് നമ്മൾ ഒരുപാട് പേർക്ക് നമ്മളുടെ ഈ സംരംഭം, നമ്മളുടെ ശ്രീലാലി ചിറ്റപ്പൻ്റെ സംരംഭം, ഇവിടെ ഉള്ള വരുന്ന ആനിമൽസും അതുപോലെ തന്നെ ഈ സ്നേക്സ്, അതുപോലെ തന്നെ എക്സോട്ടിക് ബേർഡ്സ് ഒരുപാടുണ്ട്. ഇതിനെയൊക്കെ പറ്റി അറിയാവുന്ന, അത് മേടിക്കുന്ന, സഹകരിക്കുന്ന ഒരുപാട് പേര് നമ്മളുടെ കൊല്ലത്തുണ്ട്. അപ്പം കൊല്ലം ഇസ് ബിക്കമിങ്, നമ്മൾ പറയുക കൊല്ലം വളരെ ബിസിനസ് ഫ്രണ്ട്ലി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചിറ്റപ്പൻ്റെ കടയൊക്കെ ഒന്ന് കാണാം. ഇവരുടെ പേരെന്താ? ഇത് രണ്ടുപേരെയും ഇതൊരു മർമോസെറ്റ് മങ്കി എന്ന് പറയും. സൗത്ത് അമേരിക്കയിൽ നിന്ന് വരുന്ന സാധനമാണ്. ഇത് മെയിലും ഫീമെയിലും. ഇത് വൈറ്റ് ഇയർ എന്ന് പറയുന്നതാണ്, മറ്റേ ബ്ലാക്ക് ഇയർ എന്ന് പറയുന്നത്. വണ്ടർഫുൾ. ഇത് എത്രയാവും നമുക്ക് ഇപ്പം കൊടുക്കാനായിട്ട്? നമുക്ക് പെയറായിട്ടാണോ കൊടുക്കുന്നത്? പെയറായിട്ടും വാങ്ങിക്കുന്നുണ്ട്. ഇണക്കി വളർത്താൻ വേണ്ടി സിംഗിളായിട്ടും ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് റേറ്റ് ഒക്കെ എങ്ങനെയാണ്? റേറ്റ് ഒരു 5 lakhs-ഓളം വില വരുന്നുണ്ട്. നമ്മൾ കൊല്ലത്തുള്ളവർ കാണുന്നവർ അറിയുക, നമുക്ക് വളരെ ഫ്രണ്ട്ലി ആണ്. നമുക്ക് ഇപ്പം തുറന്നിട്ടൊക്കെ വളർത്താമല്ലോ. തുറന്നിട്ട് വളർത്താം. മുറ്റത്തൊക്കെ അല്ല, മുറ്റത്ത് വിടാൻ പറ്റത്തില്ല, പരുന്തൊക്കെ വന്നെടുത്തോണ്ട്. അപ്പോൾ നമുക്ക് റൂമിനകത്ത് വീട്ടിനകത്ത് വളർത്താൻ പറ്റിയ സാധനം. ഒരു 200 ഗ്രാമൊക്കെ കാണത്തുള്ളൂ. അതെ. വളരെ ചെറുതാണ്. അപ്പം അടുത്തത് നമുക്ക് ഇവിടെ ഉള്ളത് പറക്കുന്നു നിലയിലേക്ക് വരുമ്പോൾ ഇത് ആരാണ്? ഇത് മെക്കാവോ ബേർഡ്സ്, മെക്കാവോ പാരറ്റ്. ഇമ്പോർട്ടഡ് ആണ് ഇത്. പിന്നെ ഈ സൗത്ത് ആഫ്രിക്കയിൽ നിന്നൊക്കെ വരും. ഇത് എത്രയാവും? ഇതൊരു 1.5 lakhs ഒക്കെ. അത് ഇതിനെ കൂട്ടിലിട്ട് വളർത്താനല്ലേ? ഇണക്കി വളർത്തുന്നത് ഭയങ്കര ഫുള്ളി ഹാൻഡ് ഉണ്ടാവും. ചിലപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഫുഡൊക്കെ എങ്ങനെയാണ്? ഫുഡ് മിക്സഡ് സീഡ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഫുഡ് കഴിക്കുന്നത്. എൻ്റെ ഒരു ലൈഫ് സ്പാനൊക്കെ ഏകദേശം ഒരു 80 വർഷം. മനുഷ്യൻ്റെ ഇതിപ്പോൾ എത്ര വർഷമായതാ? ഇതിപ്പോൾ 1 year. ബേബിയാണ്. ഒരു 5 years ഒക്കെ ആകുമ്പോഴാണ് അവർ അഡൽട്ട് ആവുന്നത്. ഇപ്പം നമ്മൾ ഒരു വീട്ടിലെ എല്ലാവരുമായിട്ടും ഇണങ്ങുവാണോ? അപ്പോൾ ഇങ്ങനത്തെ ഒരാളെ ഞാൻ വീട്ടിനകത്ത് വളർത്തുന്നുണ്ടായിരുന്നു. വെച്ചോ, നമുക്ക് അടുത്ത ആൾക്കാരെ കാണാം. ഇത് ആഫ്രിക്കൻ ഗ്രേ പാറ്റേൺ പറയും. ലോകത്തിൽ തന്നെ നമ്പർ 1 ആയിട്ട് സംസാരിക്കുന്ന പാറ്റേൺ. മനുഷ്യനെ പോലെ സംസാരിക്കും, റെസ്പോണ്ട് ചെയ്യും. സംസാരിക്കും. ആളെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്. ഉറങ്ങിക്കോ, അവിടെ കിടന്ന് ഉറങ്ങിക്കോ, ഞാൻ വിളിക്കണം. പിടിക്കണ്ട. അത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ചില പറഞ്ഞു എന്താ കഴിച്ചേ ഉച്ചക്ക്? ചോറൊക്കെ തിന്നോ? ഇവിടെ ഒരു പെറ്റ് ഗ്രൂമിങ് സ്റ്റുഡിയോയും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എങ്ങനെയാണ്? നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ? നമുക്ക് വീട്ടിൽ വളർത്തുന്ന പെറ്റ്സിന് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഗ്രൂം ചെയ്യാം.
നമുക്ക് കൊല്ലത്തെ ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് ഗ്രൂമിങ് നമ്മള് ചെയ്തു കൊടുക്കുന്നത്. അതായത് 800 രൂപ സ്റ്റാർട്ട് ചെയ്യും ഫുൾ ഗ്രൂമിങ്. അതെ അതെ അതെ, കൊല്ലത്തെ ഏറ്റവും കുറഞ്ഞ റേറ്റാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം പെറ്റ് നമ്മുടെ ഡോഗ്സ് ഒക്കെ ആയിരിക്കും. ഡോഗ്സും ക്യാറ്റും ആണ് കൂടുതലും വരുന്നത്. പിടിച്ചോ പിടിച്ചോ. ഇതൊക്കെ എത്ര റേറ്റ് ഒക്കെ എത്ര? ഇത് വരുമ്പോൾ 7,000 കടിക്കത്തില്ല? പിടിക്കത്തൊന്നുമില്ല. ഇത് വളരെ ചെറുതാണ്, ഭയങ്കര ജൈന്റ് ആവും. ഇത് ഫുഡൊക്കെ എങ്ങനെയാ? ഫുഡ് അവർക്ക് വെജിറ്റേറിയൻ ആണ്. ഈ മുരിങ്ങയില, മത്തങ്ങ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, ഫ്രൂട്ട്സ് ആയിട്ട്. അപ്പൊ ഇതാരാ ആള്? ഇത് പുടിൽ എന്ന് പറയുന്നത് ടോയ് പുടിലിന്റെ കുട്ടിയാണ്. ഉറക്കമായിരുന്നു ഇവിടെ. ഒരു 40-50 ഡേയ്സ് ആയിരുന്നു. ഇതിനിപ്പോ നമ്മുടെ ക്ലൈമറ്റുമായിട്ടൊക്കെ എങ്ങനെയാ? ക്ലൈമറ്റ് കുഴപ്പമില്ല. വീട്ടിലൊക്കെ തന്നെ നമുക്ക് പെരയ്ക്കകത്തൊക്കെ വളർത്താം. അധികം വെയിലത്തൊന്നും കൊണ്ടിട്ടായിരുന്നു. പെരയ്ക്കകത്തൊക്കെ ഇവിടെ വളരെ ട്രെയിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോഗാണ്. എത്രത്തോളം വരും നമ്മൾ? ഇത് ഇതിലൊരു ചെറിയ ബ്രീഡ്, ടോയ് ബ്രീഡാണ്. ഒരു 1 അടി പുറത്ത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഇവിടുത്തെ അതിഥികളെയൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ബിസിനസ്സിലേക്ക് വരിക എന്ന് പറയുന്നത് ശ്രീലാൽ ചിറ്റപ്പനെ പോലെ ഇദ്ദേഹത്തെ പോലെയുള്ളവരെ നമുക്ക് വളരെയധികം പ്രചോദനമാണ്. ഫോളോയിങ് യുവർ ഹാർട്ട്, ഫോളോയിങ് യുവർ പാഷൻ. ഇപ്പം നമ്മുടെ ഒരു മോണിറ്ററി ബെനിഫിറ്റ് മാത്രമല്ല, നമ്മളുടെ ഒരു മനസ്സിൻ്റെ ഒരു സംതൃപ്തി, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം. അത് കരിയറിലൂടെയാണ് നമ്മൾ കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വിജയാശംസകൾ ശ്രീലാൽ ചിറ്റപ്പ. അപ്പോൾ എന്തായാലും ചിറ്റപ്പൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം. വിളിച്ചാൽ മതി, ഇവിടെ വരിക, ഷോപ്പ് വിസിറ്റ് ചെയ്യുക, പെറ്റ്സിനെയൊക്കെ വാങ്ങിക്കുക. ഓക്കെ, താങ്ക് യു.